ഹായ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നിരവധി ആൾ ചോദിക്കുകയുണ്ടായി പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന്. എന്തായാലും ഇന്ന് നമുക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. രണ്ടോ അതിലധികമോ പേർ ഒരുമിച്ച് ചേർന്ന് നിക്ഷേപം നടത്തി അതിൻ്റെ ലാഭനഷ്ടമെല്ലാം ഒരുമിച്ച് പങ്കുവെക്കുന്ന ഒരു ബിസിനസ് രീതിയാണ് പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഓരോ പങ്കാളികളും മാനേജരും അതിന്റെ ഉടമയും കൂടെയാണ്. ഓരോ പങ്കാളികളും ബിസിനസിന്റെ ലാഭനഷ്ടങ്ങൾക്ക് പങ്കാളികളാണ് ഇതിൽ. ഇത് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് പ്രൊപ്രൈറ്റർഷിപ്പ് പോലെ അല്ലെങ്കിലും സാധാരണ വെച്ച് നോക്കുമ്പോൾ LLP പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നതിനെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ചെലവുകൾ വളരെ കുറവാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച പ്രൊപ്രൈറ്റർഷിപ്പിനെ സംബന്ധിച്ചോളം അതിനൊരു ചെലവ് ഒന്നുമില്ല. പക്ഷേ പാർട്ണർഷിപ്പ് ഡീഡിന് ചെലവുകളുണ്ട്. കാരണം മറ്റ് LLPയോ പ്രൈവറ്റ് ലിമിറ്റഡ് പോലെയൊന്നും ഇല്ലെങ്കിലും അതിനെ താരതമ്യേന വളരെ കുറവാണിത്. ഇനി പാർട്ണർഷിപ്പ് ഫേം എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി ആദ്യം വേണ്ടത് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കലാണ്. സാധാരണ രീതി നമ്മൾ കണ്ടുവരുന്നത് ഒരു ബിസിനസ്സിൽ പരാജയം കണ്ടുവരുന്നത് നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് ഒന്നും ഇല്ലാതെ ബിസിനസ് ചെയ്ത് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നു. അത് ചിലപ്പം അവസാനം ചിലപ്പോൾ ഒരാൾ നിർത്തിപ്പോണ്ടി വരുമ്പോഴോ നഷ്ടങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഒരാൾ സഹിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഇതിൽ നിർബന്ധമായി പാർട്ണർഷിപ്പ് ഡീഡ് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പാർട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കലാണ്. ഇതിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന കാര്യങ്ങൾ ഫേമിന്റെ പേര്, എത്ര പേര് പാർട്ണറായിട്ടുണ്ട്, പിന്നെ അതേപോലെ എത്രയാണ് ക്യാപിറ്റൽ, പിന്നെ ലാഭനഷ്ടങ്ങൾ എങ്ങനെയാണ്, പിന്നെ എന്തെല്ലാമാണ് ഓരോ ആളുകളുടെ പൊസിഷൻ, അയാൾ കൈകാര്യം ചെയ്യേണ്ട രീതികൾ, ഇതൊക്കെ നമ്മൾ ഡീഡിൽ കൃത്യമായി എഴുതി ചേർക്കേണ്ട കാര്യങ്ങളാണ്. പാർട്ണർമാരിൽ ഒരാൾ മരണപ്പെട്ടു പോയാലോ അല്ലെങ്കിൽ ഒരാൾ നിർത്തിപ്പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നെല്ലാം പ്രത്യേകമായിട്ട് എഴുതി ചേർക്കണം. കാരണം നമ്മൾ അതേ ഐഡിയ വെച്ച് തന്നെ ഇത്ര നാളിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് എഴുതി ചേർക്കേണ്ടതാണ്. ഡീഡിൽ ആവശ്യമായ നിയമങ്ങൾ ഒരു വക്കീൽ മുഖേനയോ അതല്ലെങ്കിൽ ഇതേപോലെ സർവീസ് ചെയ്യുന്ന മിത്രം ജനസേവന കേന്ദ്രങ്ങൾ പോലുള്ള സർവീസ് സെന്ററുകൾ മുഖേനയോ ഔദ്യോഗികമായി തയ്യാറാക്കുന്നതാണ് ഉചിതം. ഡീഡിന് സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, അതേപോലെ നോട്ടറി അറ്റസ്റ്റേഷനും ആവശ്യമാണ്. കൂടാതെ ഫേം രജിസ്ട്രേഷനും സാധാരണ ചെയ്യാറുണ്ട്. ഇത് egroups.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേനയാണ് ചെയ്യേണ്ടത്. ഇതിന് ആവശ്യമായ രേഖകൾ ആപ്ലിക്കേഷൻ ഫോം, ഒറിജിനൽ പാർട്ണർഷിപ്പ് ഡീഡ്, പാർട്ട്നേഴ്സിന്റെ ID അഡ്രസ് പ്രൂഫ്, ഫേം അഡ്രസ് പ്രൂഫ്, അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീ, സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവയാണ്. നമ്മളിത് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ പാർട്ണർ എതിരായി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നീട് പാർട്ണർഷിപ്പ് ഫേം പ്രവർത്തിക്കാൻ നമുക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. പാൻ കാർഡിന് ആവശ്യമായ രേഖകൾ നമ്മുടെ വ്യക്തിയുടെ ID പ്രൂഫും അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് ഡീഡും നിർബന്ധമാണ്. അതേപോലെ തന്നെ ടേൺ ഓവറിനനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനനുസരിച്ചോ നമുക്ക് GST എടുക്കേണ്ട അത്യാവശ്യമാണ്. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. എന്താണ് അറിയേണ്ടത്, ഞാൻ അത് റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് LLP എന്താണെന്ന് മനസ്സിലാക്കാം. വീണ്ടും കാണാം.